സുഹൃത്തുക്കളെ നമസ്കാരം. റൂബിൾ സാറിൻ്റെ 33 ഡേയ്സ് ക്ലാസ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. അതിലെ എല്ലാ വീഡിയോകളും ഞാൻ പരമാവധി കാണാൻ ശ്രമിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നാമതായിട്ട് റുബിൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ രണ്ട് രീതിയിൽ ആ കാര്യങ്ങളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ സയൻറ്റിഫിക്കലി ന്യൂറോ സയൻസായിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ സോഷ്യോളജിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടും ഉള്ള രീതിയിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ക്ലാസ്സുകളാണൊന്ന്. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഗ്രോത്താണ് നമ്മുടെ ബിസിനസ്സിലും അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പാർട്ട് എനിക്ക് തോന്നുന്നത്, ഓൾറെഡി നമ്മളെല്ലാം ബൈ ബർത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നോ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്സുകളുണ്ട് ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്സ്. പക്ഷേ അത് നമ്മൾ ടെക്നിക്സ് ആണ് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളത് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ ഒരു ടാക്ടിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണ പോലെ നമ്മൾ പെട്ടെന്നൊരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തോ എന്നതുപോലെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെയുള്ള കുറേ ബിസിനസ് ഐഡിയാസ് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റൂബിൾ സാറിൻ്റെ ക്ലാസ്സുകളിലൂടെ പോകുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, അല്ലെങ്കിൽ ഇത് ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു സംഭവമാണല്ലോ. ലൈക്ക് ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം പച്ചക്കറി മേടിക്കാൻ പോയി. അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് തക്കാളി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 1 കിലോ തക്കാളി തരുമോ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഞാൻ തക്കാളി മേടിച്ചു. തക്കാളി മേടിച്ച ഉടനെ ആൾ പറഞ്ഞു, ആ കടക്കാരൻ പറയണേ, അതേ നേന്ത്രപ്പഴം വന്നിട്ടുണ്ട്. നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴത്തിനാണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ജില്ല വടക്കാഞ്ചേരിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതാണ് ഒന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം വന്നിട്ടുണ്ട്, നേന്ത്രപ്പഴം കൊണ്ടുപോകില്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ 1 കിലോ നേന്ത്രപ്പഴം ആയിക്കോട്ടെ. ആക്ച്വലി അന്ന് എനിക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ആൾ ഇത് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഒന്നെടുത്തോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചിന്തിച്ചു, റൂബിൾ സാർ പറഞ്ഞു, എങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധമായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ അപ്പോൾ തന്നെ വേറൊരു സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മളത് മേടിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ വളരെ ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ വന്നിട്ടുള്ള കസ്റ്റമർ കൊണ്ട് വീണ്ടും നമ്മൾ വേറൊരു സബ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റ് തന്നെ വേറെ എന്തെങ്കിലും ഒരു കോംപ്ലിമെൻ്ററി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കൂടുതൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് റിഡക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു എഫേർട്ട് ഇല്ലാതെ തന്നെ ഈ വന്ന ആളുകളെ കൊണ്ട് വീണ്ടും ബൈ ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിനെ കുറിച്ചിട്ട് റൂബിൾ സാർ ഒരു വീഡിയോയിൽ പറയണ്ടായി. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഇപ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന ടാക്ടിക്സാണ്, ഇന്ന റോളാണ്, ഇന്ന റൂളാണ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ ആ പച്ചക്കറി കടക്കാരനെ സംബന്ധിച്ചോളം ഈ ഒരു ക്ലാസ് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അദ്ദേഹം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നതുപോലെ. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ, ഒന്ന് നമ്മൾ സയൻറ്റിഫിക്കലി അദ്ദേഹം റൂബിൾ സാർ എടുക്കുന്ന ക്ലാസ്സുകൾ അത് നമ്മൾ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ ബിസിനസ്സിൽ എല്ലാം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു വളർച്ച ഉണ്ടാകും. രണ്ടാമതായിട്ട് നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന് സയൻറ്റിഫിക്കലി പിന്തുണയുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് നമ്മൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഈ സംഭവം ഞാൻ ആവർത്തിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം എത്തുന്നവരെ അവർ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും എല്ലാം കേട്ടിരിക്കും.
ലാസ്റ്റാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നൊരു സംഭവം. ആ ഒരു സംഭവം എങ്ങനെ ഒഴിവാക്കാം? അതേപോലെ തന്നെ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മേടിച്ചതിന് ശേഷം ഒരു റിഗ്രറ്റ് സ്വാഭാവികമായിട്ട്, അത് മേടിക്കണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് ഇത്ര വില കൂടിയോ എന്നൊക്കെ നമ്മളപ്പോൾ ഒരു സാറ്റിസ്ഫൈ ആവാതെ, ക്യാഷ് നമ്മൾ കൊടുത്തു പോവുകയും ചെയ്തു, പക്ഷെ മാനസികമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ആവാത്തൊരവസ്ഥ. ആ അവസ്ഥയിലാണ് റൂബിൾ സാർ പറയണത്, നിങ്ങൾ എടുത്ത തീരുമാനം വളരെ നന്നായിട്ടാണ്, ഈ മേടിച്ചത് വളരെ നന്നായി, നിങ്ങൾ മേടിക്കാനെടുത്ത തീരുമാനം വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിഗ്രറ്റ് ഹൃദയത്തിൽ നിന്ന് പോയി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ അത് ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ ബിസിനസ്സിൽ വരുത്തിയിരുന്നു. ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനും പറ്റി. അതേപോലെ തന്നെ നിലവിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റികളുടെ സയൻറ്റിഫിക് മെത്തേഡ് അറിയാൻ പറ്റി. അതുകൊണ്ട് അത് ബോധപൂർവം നമ്മൾ വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമുക്ക് വേറൊരു കാര്യം, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ റൂബിൾ സാർ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു. അതും കൂടി നമ്മൾ കംപ്ലീറ്റ് കമ്പൈൻഡായിട്ട് നമ്മൾ ബിസിനസ്സിൽ ആഡ് ചെയ്തിട്ട് വളരെ നല്ലൊരു പുരോഗതിയാണ് എൻ്റെ എല്ലാ ആക്ടിവിറ്റികളിലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ട് പിന്നീട് അവസരം കിട്ടുമ്പോൾ പറയാം എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കുറച്ച് സമയത്തിൽ ഒതുക്കാൻ പറ്റിയിട്ടുള്ള സംഭവമല്ല. ഞാൻ ഈ റൂബിൾ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ വേറെ കുറച്ച് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സെൽഫായിട്ടുള്ളൊരു ഹെൽപ്പിനൊക്കെ ഉപയോഗപ്രദമായിട്ടൊരു സംഭവമാണ്. അത് പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ.